അവിടെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് ആ സൈഡ്. ഇവിടെ എത്തിയിട്ടില്ലായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം. ഈ കുമ്മുട്ടിയൊക്കെ ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം മാറ്റിയത് നമ്മള് ഇവിടെ അദ്ദേഹത്തിനെ കുറെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിങ്ങളെ മുമ്പ് വന്നപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പുറത്ത് ഫുള്ളായിട്ട് ഒലിച്ച് പോയി മാഡം. കംപ്ലീറ്റ് പോയില്ലേ? ഇവിടെ നമ്മൾ തൽക്കാലം ചെയ്ത വർക്കായത്. ഇത് ഇവിടെ എങ്ങനെ ഇവര് സിംഗിൾ പീസായിട്ട് ചെയ്തത് അത് കണ്ടില്ലേ? അതുകൊണ്ടാണ് ഇതിങ്ങനെ. അതുകൊണ്ടൊന്നുമല്ല, ഇത് ഇനി നമ്മള് എങ്ങനെ ചെയ്താലും ഇത് ഒലിച്ചു പോകും. കാരണം എന്താ വെച്ചാൽ നമ്മളെ ആ വിലയിരുത്തുന്നതാണ്. ഇപ്പൊ 15 ദിവസം ആഴക്കടലിൽ വന്ന് പരിശോധിച്ചിട്ട് NCCR പോയിട്ടുള്ള റിപ്പോർട്ട് എന്താണോ, ഈ പ്രാവശ്യം പോലെ അല്ല അടുത്ത പ്രാവശ്യം വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഇവിടുന്ന് പറഞ്ഞത് ഇതിപ്പോൾ ചെയ്തു പോയിട്ട് വർക്ക് ക്വാളിറ്റി ഇല്ലായിട്ടാണെന്നൊക്കെ. ഇത് ഇപ്പോൾ പെട്രോൾ ഇട്ടിട്ട് നമ്മൾ ചെയ്യാതെ ഇത് നടക്കില്ല. അതിനാണ് NCCRന്റെ റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇതിനെന്താ വെച്ചാൽ ഇത് ക്വാളിറ്റി ഇല്ലായിട്ടുണ്ട്. ഇത് എങ്ങനെ ചെയ്താലും ഇപ്പോൾ കണ്ട അങ്ങനെ ഓരോ വർഷവും കൂടിക്കൂടി വരിക. അതുകൊണ്ടാണ് നമ്മളെ തീരദേശമായത് ഇനിയും അങ്ങോട്ട് 200 മീറ്റർ അപ്പുറം എടുക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് എങ്ങനെ ചെയ്താലും ഇത് പോകുന്നത് കൊണ്ടാണ് ആ രീതിയിൽ അപ്പുറം മാറ്റി ചെയ്യുന്നത്. കല്ല് എവിടെ ഇടാനാണ്? അവിടെ തന്നെ ഇടാൻ. അതിപ്പോൾ ഏതായാലും ഇപ്പം അടിയന്തരമായിട്ട് ഇപ്പം ഫിഷറീസ് മന്ത്രി 25 ലക്ഷം ഇപ്പോൾ പാസ്സാക്കിയിട്ടുണ്ട് ഇന്നലെ. അത് നമ്മൾ നിയമസഭയിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം താൽക്കാലികമായിട്ട് കല്ലിട്ടിട്ട് അടിയന്തര സാഹചര്യത്തിൽ 25 ലക്ഷം ഇപ്പോൾ ചിലവാകും. അത് UNCCനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കടലിൽ ഇങ്ങനെ ഇളകുന്ന സമയത്ത് കല്ലിട്ടാൻ നിൽക്കില്ല. ഇത് ശാന്തമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ 6 കോടിയുടെ ഒരു വർക്ക് ഇപ്പം 120 കോടിയാണ് ഇതിന് RCC അല്ല NCCR ഇത് എസ്റ്റിമേറ്റ് അല്ല അവർ പഠനം നടത്തിയിട്ടുള്ള റിപ്പോർട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തതിൽ ചെയ്യാൻ പറ്റും. 120 കോടി. അത് പെട്ടെന്ന് നടക്കാത്തതുകൊണ്ട് നമ്മൾ ബഡ്ജറ്റിൽ 6 കോടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിപ്പോൾ നടക്കും. അതിൻ്റെ ഏസ് ഇന്നലെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു 2 കാല് തരക്കാലം നമ്മൾ ഈ പ്രശ്നം ഒന്നും 100%. എന്ത് കാര്യം? പുളിമൂട്ട് ഒരു 2 പുളിമൂട്ട്, ഒന്ന് അപ്പുറവും ഒന്ന് ഇപ്പുറവും 2 ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. 2 പുളിമൂട്ട് കൊടുത്താൽ മതി. നമുക്കിതൊന്നും സംഭവിക്കില്ല. നമ്മളിവിടെ ബീച്ച് വരും മുമ്പില് പണ്ടത്തമായുള്ള ബീച്ച് നമുക്ക് മുമ്പിലുണ്ടാവും. മണ്ണിടുമ്പോൾ അവിടെയൊക്കെ പുൽമുട്ട് അത് നമുക്ക് അങ്ങനെ പറയാം. തൽക്കാലം ഇപ്പോൾ ഈ കടലിൽ പോയി ഈ കാല് ഇവിടെ 2 കാല് നീട്ടിയാൽ നമുക്ക് തൽക്കാലം 1 ഇട്ടാൽ മതി. തൽക്കാലം 1 കൂടി തൽക്കാലം 1 കിട്ടിയാൽ മതി. പിന്നെ വേണം അവിടെ സാധാരണ പൈസ വേണ്ടി വരും. നടുവിലൊന്നും ഇട്ടാലും മതി അല്ലേ? നടുവിൽ ഇവിടെ സെന്ററിൽ ഇട്ടാൽ മതി. സെന്ററിലൊന്നും വിളിച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ സംഭവിച്ചില്ല. ഒരു സ്ഥലത്ത്
അതിൽ മണ്ണിടുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മണ്ണിടുന്നുണ്ട് മേഡം ഇതാ കുഴിയിടുന്നുണ്ട് ഇപ്പം മേഡം അത് അവിടെ പോയി നോക്കിയാൽ കാണാം, വ്യക്തമായിട്ട് കാണാം. കടല് ഒരു ദിവസം വെള്ളം കയറുന്ന സമയത്ത് 3 മണിക്ക് ഫുള്ളായിട്ട് അങ്ങ് കൊണ്ടുപോയി ആ വെള്ളം കയറ്റത്തിന്. അതേപോലെ തന്നെ ഓരോ ദിവസവും കൂടി വരിക ചെയ്യുന്നത്. കടലിന് അതിരിടാൻ നോക്കിയിട്ട് കാര്യമില്ല. ഇങ്ങനെ റോഡ് ഉണ്ടാക്കണമെങ്കിൽ അവർ പറഞ്ഞ പോലെ പുളിമൂട്ടുണ്ടാക്കിയാലേ ഇവിടെ റോഡ് നിൽക്കുള്ളൂ, വെള്ളം കയറാതിരിക്കുള്ളൂ. നാളെ 12 മണിക്ക് സജി ചെറിയ മിനിസ്റ്റർ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഇറിഗേഷന് കൂടി. അത് ഞാൻ ഇത് പറയണം, ഒറ്റ കാലം മതി നമുക്ക്. ഈ മണ്ണിടേൻ്റെ അടുത്ത് നമ്മൾ കടലിച്ച് വെച്ചിട്ട് മണ്ണിനടിയിൽ വലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം കടൽ കംപ്ലീറ്റ് കയറിയിട്ട് കൊണ്ടുപോയത്. അതുപോലെ അവിടെ ഇതെല്ലാം പോവും. ഈ പ്രാവശ്യം തന്നെ നമുക്ക് ഇവിടെ ഒക്കെ പോകുന്ന എല്ലാ കോലും ഉണ്ട്. അതെ അതെ, കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും ഉണ്ടായില്ല കഴിഞ്ഞ പ്രാവശ്യം. ഇല്ല കഴിഞ്ഞ പ്രാവശ്യത്തൊന്നും പോയിട്ടില്ല. അപ്പുറം പോയിട്ട് മാത്രമേ പോയിട്ടുള്ളൂ, ഇങ്ങോട്ട് പോയിട്ടില്ല. റിസോർട്ടിന്റെ കന്മാലിന്റെ മുകളിൽ അടിക്കുന്നുണ്ട്. ഇതിന്റെ അപ്പുറം ഒരു റിസോർട്ടില്ല, ഒരു പ്രൈവറ്റ്. അവിടെ അവരെ അവിടെ കല്ലിട്ടതിന്റെ മുകളിൽ കല്ലിട്ട് റെഡി ആയതിനെ കൊണ്ട് അവിടെ കയറുന്നില്ല. അവിടെ മാത്രമേ പോകുന്നുള്ളൂ, ഈ ഭാഗത്ത് പോയിട്ടില്ല. എടാ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഇടിയും. ഇല്ല ഫോട്ടോ എടുത്തിട്ടൊന്നും കാര്യമില്ല. നമ്മളെ നെഞ്ചു കിളക്കുന്നുണ്ട്. അത് അവിടെ നോക്കിക്കോളി. പറയില്ല ഞാൻ വിളിച്ചോണ്ടിട്ടുണ്ട്. അല്ല ഞാനതാ വിളിച്ചത്. അങ്ങനെ പറയും, ഞാൻ വിവരങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. പറഞ്ഞു അറിയുന്നുണ്ട്. ഇത് അഭിപ്രായം നമുക്ക് ഇത് കംപ്ലീറ്റ് പോയി. ഇത് എത്തിയിട്ടില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം. അതേപോലെ ആ ഭാഗത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരെ പോയി. അതാ പോയി അവിടെ വീട്ടിലെ അവരാണ് പറഞ്ഞത്. അവര് വേറൊന്നല്ല, അത് റിസോർട്ട് അവരിങ്ങനെ വിളിക്കുന്നുണ്ട്. അവര് ചെയ്തോട്ടെ, ഹലോ മാഡം, ഇതിന്റെ ഒരു ഇതിനെപ്പറ്റി സർക്കാരിന് പറയാനുള്ള മാഡത്തിന്റെ വാക്കുകളിലൂടെ തന്നെ. ഞാൻ ഒരു യൂട്യൂബറാ ഇവിടെയുള്ള മാഡത്തിന്റെ വാക്കുകളൊന്ന് ഇതിനെപ്പറ്റി പറയാനുള്ളത്. കാപ്പാട് കടലിപ്പോൾ ഓരോ വർഷമായിട്ട് കൂടുതലായിട്ട് കടലെടുക്കുന്ന ഒരു രീതിയാണുള്ളത്. റോഡും അതേപോലെ തന്നെ ഭിത്തികളും എല്ലാം തന്നെ. ഇത് കഴിഞ്ഞ നമുക്ക് നേരത്തെ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, നമുക്കിതിൻ്റെ ഒരു പഠനം നടത്തിയിട്ടുള്ള റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് ഈ തവണത്തതുപോലെയല്ലേ അടുത്ത തവണ വരിക, ഇതിനേക്കാളും രൂക്ഷമായിട്ടാണ് വരിക എന്നുള്ളത്. അന്ന് NCCR കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ടീമായിരുന്നു ഇവിടെ വന്നിട്ട്, ഒരു ഏജൻസി ആയിരുന്നു പഠനം നടത്തിയിട്ടുള്ളത്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കുമ്പോൾ ഓരോ വർഷവും കൂടി വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ താൽക്കാലികമായിട്ട് കഴിഞ്ഞ തവണ നടന്നു പോകാനും വാഹനം കൊണ്ടുപോകാനും താൽക്കാലികമായിട്ടൊരു സംവിധാനം ചെയ്തിരുന്നു. പക്ഷെ അതുകൂടെ ഇപ്പോൾ കടലെടുത്തിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. നമുക്കിപ്പോൾ ഇന്നലെ വന്നിട്ടുള്ളത് നമുക്ക് മാത്രമല്ല, ഓരോ കടൽ ഏരിയയിലും ഇതേപോലെ തന്നെയുള്ള കടൽക്ഷോഭം വന്നിട്ടുണ്ട്, പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വളരെ ഇപ്പം ഗവൺമെൻറ് 25 ലക്ഷം താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. 6 കോടിയുടെ ഒരു ഫണ്ട് നമ്മൾ ASന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, അതും കിട്ടും. പക്ഷേ ഇതെല്ലാം തന്നെ നമ്മളിവിടെ ഇങ്ങനെ കടൽ ഓരോ വർഷവും ഇങ്ങനെ ആകുമ്പോൾ ഒരു സ്ഥായിയായിട്ടുള്ള ഒരു വർക്ക് എന്നുള്ള രീതിയിലാണ് അന്ന് ഈ ടീം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസി